അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു, സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് വിധമാണ്. ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. റമദാനിലെ തറാവീഹ് പോലെ, ഗ്രഹണ നിസ്കാരങ്ങൾ പോലെ, പെരുന്നാൾ നിസ്കാരങ്ങൾ, ഇതെല്ലാം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്. എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞു. റവാത്തിബ് നിസ്കാരങ്ങൾ, ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, അതുപോലെ ളുഹാ നിസ്കാരം, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന തഹജ്ജുദ് നിസ്കാരം, ഇതൊന്നും ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരമാണ്. ഒറ്റക്കായി നിസ്കരിക്കേണ്ടുന്ന നിസ്കാരമാണ്. നിർബന്ധമായ ഫർളായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഫർള് നിസ്കാരമാണ്. എന്നാൽ സുന്നത്തായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരവുമാണ്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമായിരുന്നു. നാളെ ആഖിറത്തിൽ നമുക്കൊക്കെ ഒരു പ്രയാസഘട്ടം വരാനുണ്ട്. മഹ്ശറയിൽ നാം എല്ലാവരും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെ മുൻകഴിഞ്ഞു പോയ മുഴുവൻ നബിമാരുടെ അടുത്തേക്കും പോകും. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാ നബിമാരും ഞാൻ അതിനർഹനല്ല എന്ന് പറഞ്ഞ് നമ്മളെ കൈയൊഴിയുന്ന ഒരു സമയത്ത് നമ്മൾ അവസാനം എത്തിപ്പെടുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കാണ്. എന്റെ ഉമ്മത്തിന് ഇങ്ങനത്തെ ഒരു പ്രയാസഘട്ടം വരാനുണ്ട് എന്ന് നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം എനിക്കൊരുക്കി തരണമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. നബിയെ, രാത്രിയുടെ പകുതി ഭാഗം നിങ്ങൾ നിസ്കരിക്കണം. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല. രാത്രിയുടെ പകുതി 6-7 മണിക്കൂറൊക്കെ നബിയെ തങ്ങൾ പരിശുദ്ധ ഖുർആനെ സാവധാനം ഓതിയിട്ട് നിസ്കരിക്കണം. അപ്പോൾ ഒരു ദിവസം കുറച്ച് കുറഞ്ഞാൽ അടുത്ത ദിവസം അതിനെ ഓവർകം ചെയ്തിട്ട് കുറച്ചധികം നിസ്കരിക്കണം. ഈ ഒരു കൽപ്പന വന്നത് മുതൽ മരണം വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും പ്രയാസപ്പെട്ട് കാലിൽ നീര് വരുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്ന് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ? മഹാനായ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ലലംതു സുന്നത മൻ അഹ്യൽ ളലാമ ഇലാ അനിഷ്തഖത് ഖദമാഹു ളുറ മിൻ വറമി. ഇരുണ്ട രാത്രികളെ ജീവിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലിൽ നീര് കെട്ടുന്നത് വരെ നിസ്കരിക്കുമായിരുന്നു. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ നബിയെ, പാപസുരക്ഷിതനായ അങ്ങ്, ഒരു തെറ്റുപോലും ജീവിതത്തിൽ സംഭവിക്കാത്ത അങ്ങ് എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് നിന്ന് നിസ്കരിക്കുന്നത് നബിയെ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഫലാ അകൂന അബ്ദൻ ശകൂറ. ഓ ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി മാറണ്ടയോ? അള്ളാഹുവിന്റെ കൽപ്പന വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണം വരെ ഒഴിവാക്കിയിട്ടില്ല തഹജ്ജുദ് നിസ്കാരം. മുത്തുനബി ഇത്രയും പ്രയാസപ്പെട്ട് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? ഉമ്മത്താകുന്ന നമുക്ക് വേണ്ടിയാണ്. നാളെ ആഖിറത്തിൽ നാമൊക്കെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൈപിടിക്കാൻ വേണ്ടി, നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുള്ള വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതായിരുന്നു തഹജ്ജുദ് നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻഗാമികളായ മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തിയിരുന്നത് തഹജ്ജുദ് നിസ്കാരത്തിലൂടെയാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. തഹജ്ജുദ് നിസ്കാരം വലിയ ശ്രേഷ്ഠതകളുള്ള നിസ്കാരമാണ്. നാളെ ആഖിറത്തിൽ മലക്ക് വിളിച്ചു പറയും, രാത്രി ഉറക്കമൊഴിച്ച് നിസ്കരിച്ചവരെവിടെ? അവർ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എല്ലാ അടിമകളും ഉറങ്ങുന്ന സമയത്ത് യജമാനനായ ഉടമയായ റബ്ബിനോട് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന അടിമയെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാനുള്ള ഒരു അവസരമാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ.
അതുപോലെ നാളെ ഖബറിൽ, ഇരുളടഞ്ഞ ഖബറിൽ ഒറ്റക്ക് നാം കിടക്കുമ്പോൾ നമ്മുടെ ഖബറിനെ പ്രകാശിപ്പിക്കാൻ കാരണമാക്കുന്ന ഒന്നാണ് തഹജ്ജുദ് നിസ്കാരം എന്നുള്ളത്. നമ്മുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു കാരണക്കാരൻ കൂടിയാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ എത്രയോ പരിശുദ്ധമായ ഖുർആനിലും ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. പരിശുദ്ധ ഖുർആൻ തർത്തീലനുസരിച്ച് സാവധാനമായി ഓതിയിട്ട് നബിയെ തങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. അത് വിജയികളുടെ അടയാളമാണ്, സ്വഭാവത്തിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുവഴിയായി വിചാരണ കൂടാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഹജ്ജുദ് നിസ്കാരത്തിന്റെ രൂപം, തഹജ്ജുദ് നിസ്കാരത്തിന്റെ നിയ്യത്ത്, ഉസല്ലി സുന്നത്ത തഹജ്ജുദ് റകഅതൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. തഹജ്ജുദ് സുന്നത്ത് നിസ്കാരം 2 റകഅത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു, വജ്ഹ് പാരായണം ചെയ്യുന്നു, സൂറത്ത് ഫാത്തിഹ ഓതുന്നു. അതിനുശേഷം നമുക്കറിയുന്ന വലിയ സൂറത്ത് ഓതലാണ് ഏറ്റവും നല്ലത്. ഇനി വലിയ സൂറത്ത് അറിയില്ലെങ്കിൽ ചെറിയ സൂറത്ത് പാരായണം ചെയ്തും നിസ്കരിക്കാം. ബാക്കിയെല്ലാം മറ്റുള്ള നിസ്കാരത്തിന്റെ അതേ രൂപം തന്നെയാണ്. രാത്രി ഇശാ നിസ്കരിച്ച് ഒന്ന് ഉറങ്ങൽ നിർബന്ധമാണ്. ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. രാത്രിയെ നമ്മൾ 2 ആക്കുകയാണെങ്കിൽ 2-ാം പകുതിയിലാണ് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല സമയം. ഇനി അത്താഴത്തോടടുക്കുന്ന സമയം, അത്താഴ സമയം, അതാണ് ഏറ്റവും മഹത്തമായ സമയം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. തഹജ്ജുദ് നിസ്കാരം എത്ര റകഅത്ത് നമുക്ക് നിസ്കരിക്കാം? 2 കഴിയുന്നവർ 2 നിസ്കരിക്കുക, 4 കഴിയുന്നവർ 4 നിസ്കരിക്കുക. എത്രയാണോ ഒരാൾക്ക് കഴിയുന്നത്, 12 കഴിയുന്നവർ 12, അതിനപ്പുറം കഴിയുന്നവർ എത്രയാണോ കഴിയുന്നത് അത്രയും റകഅത്തുകൾ തഹജ്ജുദ് നിസ്കരിക്കാം. സുബഹി വരെ തഹജ്ജുദിന്റെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ തഹജ്ജുദ് പതിവാക്കിയ ഒരാൾക്ക് അത് ഒഴിവാക്കൽ കറാഹത്താണ്. ഒരു ദിവസം, എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾ ഒരു ദിവസം തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ അത് ഖളാ വിട്ടൽ സുന്നത്താണ്. തഹജ്ജുദിന് വലിയ ശ്രേഷ്ഠതകളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ധാരാളം റകഅത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് 2-4 റകഅത്തൊക്കെ നിസ്കരിക്കുകയാണെങ്കിലും അവിടെ പരിശുദ്ധമായ ഖുർആൻ ധാരാളമായി ഓതി ഖിയാം അധികരിപ്പിച്ച്, നൃത്തം അധികരിപ്പിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് വലിയ സൂറത്തുകൾ അറിയുന്നത് തഹജ്ജുദ് നിസ്കാരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഫാത്തിഹയ്ക്ക് ശേഷം നമുക്കറിയുന്ന ഏറ്റവും വലിയ സൂറത്തുകൾ ഓതി നൃത്തത്തെ ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് യാസീൻ സൂറത്ത് കാണാതറിയാം, അതുപോലെ തബാറക സൂറത്ത് അറിയുന്നവരുണ്ടാകും, സൂറത്തുൽ വാഖിഅ അറിയുന്നവരുണ്ടാകും. അങ്ങനെ നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയ സൂറത്തുകൾ തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതി നൃത്തത്തെയൊക്കെ ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന മഹത്തുക്കളായ സാലിഹ്യങ്ങളായ ആളുകളൊക്കെ പഠിപ്പിച്ചത് കാണാം. ഏതായാലും ഇത്രയും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് കൃത്യമായി നിസ്കരിക്കുന്നവരിലും അതുവഴിയായി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നവരിലും അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.